IPL-ന്റെ ലേല വാർത്തകൾക്കിടയിൽ ക്രിക്കറ്റ് പ്രേമികൾ ഏറെ കൊതിച്ചിരുന്ന സഞ്ജു സാംസന്റെ സെഞ്ചുറിക്കിടയിൽ ഇന്ത്യൻ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ ഒരു വാർത്ത കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിനം. ഇന്ത്യയുടെ അഭിമാന താരം സാക്ഷി മാലിക് ഗുസ്തി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്തയായിരുന്നു അത്. കണ്ണീരോടെ പത്രസമ്മേളനത്തിൽ വൈകാരികമായി താൻ ഗുസ്തി അവസാനിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ ബൂട്ടുകൾ പത്രസമ്മേളനം നടത്തിയ പ്രസ് ക്ലബിൽ ഉപേക്ഷിക്കുകയായിരുന്നു സാക്ഷി മാലിക്. നീതിക്ക് വേണ്ടി പോരാടി അവസാനം ഒരു ഉറപ്പുകളും പാലിക്കപ്പെടുകയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാക്ഷി എന്ന ഇടിക്കൂട്ടിലെ അയൺ ലേഡി രാജ്യത്തിന്റെ യശസ്സുയർത്തിയ താരം തന്റെ കരിയർ അവസാനിപ്പിക്കുകയായിരുന്നു. 2016 റിയോ ഒളിമ്പിക്സിലെ വനിതാ ഗുസ്തി 58 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യക്കായി വെങ്കലം നേടിയ താരമാണ് സാക്ഷി മാലിക്. ഒളിമ്പിക്സ് ഗുസ്തിയിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ ഇന്ത്യൻ താരവും ഒളിമ്പിക്സ് മെഡൽ നേടുന്ന 4ാമത്തെ ഇന്ത്യൻ വനിതയുമാണ്. ദേശീയ ഗുസ്തി ഫെഡറേഷനെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിയ സമരത്തിലെ മുന്നണിയിലും സാക്ഷി മാലിക് സജീവ സാന്നിധ്യമായിരുന്നു. ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ യാദവ് പ്രതിയായ ലൈംഗികാതിക്രമ കേസിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു സാക്ഷി ഇങ്ങനെയൊരു കരിയർ എൻഡിന് തീരുമാനമെടുത്തത്. ഗുസ്തി ഫെഡറേഷന് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് താരത്തിന്റെ അപ്രതീക്ഷിത തീരുമാനമുണ്ടായത്. വൈകാരികമായിട്ടായിരുന്നു സാക്ഷിയുടെ വിരമിക്കൽ പ്രഖ്യാപനം. മാധ്യമങ്ങൾക്ക് മുന്നിൽ സാക്ഷി മാലിക് പൊട്ടിക്കരയുകയുണ്ടായി. ഗുസ്തി താരങ്ങൾ നടത്തിയ പ്രതിഷേധത്തിൽ കേന്ദ്രം നിരവധി വാഗ്ദാനങ്ങൾ അവർക്ക് നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ പാലിച്ചിട്ടില്ല. തങ്ങൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെ വിശ്വസിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് കരുതിയിരുന്നു. എന്നാൽ നൽകിയ ഉറപ്പുകൾ ഒന്നും പാലിച്ചില്ലെന്നും വ്യക്തമാക്കിയ ശേഷമായിരുന്നു ഗുസ്തി അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി തന്റെ ബൂട്ട് സാക്ഷി മാലിക് പ്രസ് ക്ലബിൽ ഉപേക്ഷിച്ചത്. ബ്രിജ് ഭൂഷണിന്റെ വിശ്വസ്തനായ സഞ്ജയ് സിംഗ് ഗുസ്തി ഫെഡറേഷന്റെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു ഞെട്ടിക്കുന്ന തീരുമാനവുമായി സാക്ഷി മാലിക് രംഗത്തെത്തിയത്. പത്രസമ്മേളനത്തിൽ കണ്ണീരോടെ സാക്ഷി പറഞ്ഞത് ഇങ്ങനെയാണ്: അവസാനം ഞങ്ങൾ 40 ദിവസം റോഡിൽ ഉറങ്ങി. പക്ഷേ ഈ വർഷം ആദ്യം ഞങ്ങൾ നടത്തിയ പ്രതിഷേധത്തിൽ ഞങ്ങളെ പിന്തുണച്ച നമ്മുടെ രാജ്യത്തെ നിരവധി ആളുകൾക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബ്രിജ് ഭൂഷൺ സിംഗിന്റെ ബിസിനസ് പങ്കാളിയും അടുത്ത സഹായിയും WFIയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഗുസ്തി ഉപേക്ഷിക്കുകയാണ്. കണ്ണീരോടെ സാക്ഷി പറഞ്ഞത് ഇങ്ങനെയാണ്. ഉത്തർപ്രദേശ് ഗുസ്തി അസോസിയേഷൻ വൈസ് പ്രസിഡന്റും മുൻ MP-യുമായ സഞ്ജയ് സിംഗ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഫെഡറേഷൻ പ്രസിഡന്റായി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുക്കപ്പെട്ടത്. ബ്രിജ് ഭൂഷന്റെ ബിസിനസ് പങ്കാളിയും വിശ്വസ്തനുമാണ് ഇദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് അനിത ഷിയോറനെ 7-നെതിരെ 40 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിട്ടായിരുന്നു സഞ്ജയ് സിംഗിന്റെ വിജയമുണ്ടായത്. അപ്പോൾ ഈ വർഷം നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായതും പിടിച്ചുകുലുക്കിയതുമായ വാർത്തകളിൽ ഒന്നായിരുന്നു ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും സമരവും. ഈ കേസിന്റെ നാൾ വഴികൾ ഇങ്ങനെയായിരുന്നു. വനിതാ അത്ലറ്റുകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷണെതിരായ പ്രധാന ആരോപണം. ഇരയായവരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി വരെ ഉൾപ്പെട്ടിരുന്നു. ബ്രിജ് ഭൂഷണെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വർഷം ഏപ്രിൽ 23-ാം തീയതിയാണ് ഗുസ്തി താരങ്ങൾ സമരം ആരംഭിച്ചത്. BJP MP കൂടിയായ ബ്രിജ് ഭൂഷണെതിരായ ആരോപണങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഗുസ്തി താരങ്ങൾ ആ സമയത്ത് പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയത്. തുടക്കത്തിൽ അധികമാരും ശ്രദ്ധിക്കാതിരുന്ന ഈ പ്രതിഷേധം പിന്നീട് രാജ്യം ഉറ്റുനോക്കാൻ തുടങ്ങി. പ്രതിഷേധ കടൽ ആ സമയത്ത് രാജ്യ തലസ്ഥാനത്ത് അലയടിച്ചു. സമരത്തിൽ നിരവധി പ്രതിപക്ഷ പാർട്ടികളാണ് ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി എത്തിയത്. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി പാർട്ടി MP-മാർക്ക് സമരമുഖം സന്ദർശിക്കാൻ ആ സമയത്ത് നിർദ്ദേശം നൽകിയിരുന്നു. അതുപോലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ സമരപന്തലിലെത്തി ഗുസ്തി താരങ്ങളെ സന്ദർശിച്ചിരുന്നു. ആ സമയത്ത് മറ്റൊരു കൗതുകം നിറഞ്ഞ സംഭവം കൂടി സമരത്തിനിടയ്ക്ക് വാർത്തയായി. പയ്യോളി എക്സ്പ്രസ് PT ഉഷയുടെ ഒരു പ്രസ്താവന ആ സമയത്ത് വിവാദമായിരുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും മുൻ അത്ലറ്റുമായ PT ഉഷ ഗുസ്തി താരങ്ങളുടെ സമരത്തെ രൂക്ഷമായ ഭാഷയിലാണ് ആ സമയത്ത് വിമർശിച്ചത്. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം അച്ചടക്കമില്ലായ്മയാണെന്നും ഇത്തരം പ്രവൃത്തികൾ രാജ്യത്തിന് കളങ്കമുണ്ടാക്കുമെന്നായിരുന്നു ഉഷയുടെ പ്രതികരണം. എന്നാൽ ഉഷയുടെ ഈ വാക്കുകൾക്കെതിരെ പ്രതിഷേധം കടുത്തു ആ സമയത്ത്. ഇതേ സമയത്ത് തന്നെ പ്രതിഷേധിക്കുന്ന ഗുസ്തി താരങ്ങൾക്കെതിരെ പോലീസിന്റെ ആക്രമണവും ഉണ്ടായി. രാജ്യത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങൾ രാജ്യം മുഴുവനും കാണുകയും രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത്. രാത്രിയിൽ ജന്തർ മന്ദറിലെ സമരപന്തലിൽ പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടുന്ന രംഗങ്ങൾ വരെയുണ്ടായി. ആ സമയത്ത് പ്രതിഷേധക്കാർക്ക് തലയ്ക്ക് പരിക്കേറ്റതൊക്കെ വാർത്തയായിരുന്നു. നിരവധി പെൺകുട്ടികളാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. അവരിൽ പലർക്കും അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല. അതിനാലാണ് ഗുസ്തി താരങ്ങൾ ഒന്നടങ്കം പ്രതിഷേധവുമായി എത്തിയതെന്നായിരുന്നു ആ സമയത്ത് സാക്ഷി മാലിക് ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്. അതിനൊപ്പം നുണ പരിശോധനയ്ക്ക് വിധേയനാകാൻ ബ്രിജ് ഭൂഷണെ വെല്ലുവിളിക്കുകയും ചെയ്തു സാക്ഷി മാലിക് ആ സമയത്ത്.
നുണ പരിശോധനയ്ക്ക് വിധേയനാകാൻ ഞാൻ ബ്രിഡ്ഭൂഷണെ വെല്ലുവിളിക്കുന്നു. ഞങ്ങളും പരിശോധനയ്ക്ക് വിധേയരാകാൻ തയ്യാറാണ്. സത്യം പുറത്തു വരട്ടെ. ആരാണ് പ്രതിയെന്നും അല്ലെന്നും തിരിച്ചറിയാമെന്നായിരുന്നു സാക്ഷി മാലിക്കിന്റെ ആ സമയത്തെ പ്രസ്താവന. ഇതിനിടെ തങ്ങൾ രാജ്യത്തിനായി നേടിയ മെഡലുകൾ ഗംഗയിൽ എറിയുമെന്നും ഗുസ്തി താരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 2016 റിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവാണ് സാക്ഷി മാലിക്. ടോക്കിയോ 2020 മെഡൽ ജേതാവാണ് ബജ്രംഗ് പുനിയ. ലോക ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാവാണ്. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് കൂടിയാണ് വിനേഷ് ഫോഗട്ട്. ഇവരാണ് തങ്ങളുടെ മെഡലുകൾ ഹരിദ്വാറിൽ വെച്ച് ഗംഗയിൽ എറിയുമെന്ന് അറിയിച്ചത്. ബ്രിജ്ഭൂഷണെതിരെ ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ മരണം വരെ നിരാഹാരം ഇരിക്കുമെന്നും ആ സമയത്ത് ഗുസ്തി താരങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് ഈ പ്രതിഷേധക്കാരെയൊക്കെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജന്തർ മന്ദറിലെ ഗുസ്തി താരങ്ങളുടെ സമരപ്പന്തൽ നീക്കം ചെയ്യുകയും ചെയ്തു. ജന്തർ മന്ദറിൽ സമരം ചെയ്യാൻ ഗുസ്തി താരങ്ങളെ അനുവദിക്കില്ല എന്നാണ് ആ സമയത്ത് ഡൽഹി പോലീസ് അറിയിച്ചത്. പിന്നീടാണ് ഗുസ്തി താരങ്ങളെ അനുനയിപ്പിക്കാനുള്ള ഉറപ്പുകൾ ഉണ്ടായത്. ഇപ്പോൾ ആ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷി മാലിക് തന്റെ കരിയർ തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സാഡ് ഡേ ഫോർ സ്പോർട്സ്, സാഡ് ഡേ ഫോർ അവർ കൺട്രി.